എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഗോതമ്പ് പൊടി വേണം, പിന്നെ തേങ്ങ വേണം, ശർക്കര വേണം. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ച് അതിൽ കൂടുതൽ അത്ര ഡ്രൈ ആവരുത്, കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് സോഫ്റ്റാക്കി നന്നായി ഒന്ന് വെള്ളത്തിൻ്റെ അംശം കുറച്ച് അതിൽ കാണണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുഴച്ചങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവണം, കുറച്ച് വെള്ളം കൂടുതൽ വേണം, നമുക്കിത് പരത്താനുള്ളതല്ലേ. അപ്പോൾ ചപ്പാത്തിയുടെ പരുവത്തിലല്ല, അതിനേക്കാൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ശർക്കരയൊന്ന് നമ്മൾ പാനിയാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ശർക്കരേനെ ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് വരട്ടെ. നല്ലൊരു പാനിയാക്കി കുറുക്കിയാണ് എടുക്കേണ്ടത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ ഇത്. പിന്നെ ഇങ്ങനെ കുറുകി പതഞ്ഞൊക്കെ വരുമ്പോൾ നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ തേങ്ങയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അതെല്ലാം വറ്റുന്നത് വരെ നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എനിക്ക് നെയ്യ് ചേർക്കണത് അത്ര ഇഷ്ടമല്ല അടയിൽ, അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങ് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ തേങ്ങയും ശർക്കരയൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ഇനി നമുക്ക് വാഴയുടെ ഇല എടുക്കാം. അതിലേക്ക് ജസ്റ്റ് ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമുക്ക് ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് കൈ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ വാഴയുടെ ഇല എടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാ സൈഡിലേക്കും നല്ല നൈസായിട്ട് അങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി കയ്യിൽ ഒട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. നമ്മൾ വിഷുവിനൊക്കെയാണ് കേട്ടോ ഇങ്ങനെ അടയൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ പണ്ടൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കാറൊക്കെ ഉണ്ട്, വലിയൊരു ചട്ടിയിലൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ ആവി കയറ്റിയെടുക്കും, ചുട്ടും എടുക്കാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ്ചർ ഒരു സൈഡിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കുറച്ച് ലിക്വിഡ് ഫോം ആയിട്ടുണ്ട്, എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതാ ഇങ്ങനെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഒരു സൈഡിലായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അടയൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും നല്ലൊരു ഹെൽത്തി സ്നാക്കായിട്ട് നമുക്കിത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിലുള്ള മാവ് വെച്ചിട്ട് ഞാൻ എല്ലാ അടയും ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി വരുമ്പോൾ നമ്മളിത് പരത്തി വെച്ച ഓരോ അടയും ഇങ്ങനെ അടുക്കി വെച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു 5-6 അട ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഒരു പാത്രമൊക്കെ അടച്ചു കൊടുത്തു ഒരു 15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ആവിയൊക്കെ പോയിട്ട് ഞാനിത് ഓപ്പൺ ആക്കി. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗോതമ്പ് അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലിക്വിഡ് ഫോം ഉണ്ടാകുന്ന വെള്ളമൊന്നും അങ്ങനെ ഒലിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. ഇത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ. അടയിൽ തേങ്ങയും ശർക്കരയും ഒക്കെ സെറ്റായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉണ്ടാക്കാണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. കുട്ടികൾ വരുമ്പോഴേക്കും അടിപൊളി ഹെൽത്തി സ്നാക്ക് റെഡി ആയില്ലേ. അപ്പോൾ എന്താണെങ്കിലും നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.